സന്നിധാനത്ത് പോലീസുകാർ വിശ്രമിക്കുന്നതിന് സമീപം നിരോധിത ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് നിറയുകയാണ്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ ഈ മണിക്കൂറിൽ ജനം TV പുറത്തുവിടുന്നത്. 18-ാം പടി ഡ്യൂട്ടിക്കിടെ പോലീസുകാർ വിശ്രമിക്കുന്ന സ്ഥലത്തിന് സമീപമാണ് ഉപയോഗിച്ച നിലയിൽ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയത്. ശ്രീകോവിലിന് സമീപത്തെ ഫ്ലൈ ഓവറിന് താഴെയുള്ള ഷെയ്ഡ് നിറയെ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വ്രതം നോറ്റ് അയ്യപ്പ ഭക്തരെത്തുന്ന പുണ്യപാവനമായ ഈ സന്നിധാനത്താണ് ലഹരി വസ്തുക്കൾ കിടക്കുന്നത്. വിവരങ്ങൾ മനോജ് നൽകും. മനോജ്, വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ മനോജ് പുറത്തുവിടുന്നത്. സന്നിധാനത്ത് എന്താണ് സംഭവിക്കുന്നത് മനോജ്? ഈ പോലീസുകാർ വിശ്രമിക്കുന്നതിന് സമീപം എന്തൊക്കെ നിരോധിത ലഹരി പദാർത്ഥങ്ങളാണ് കണ്ടെത്തിയത്? എന്താണ് ആ ദൃശ്യങ്ങളിൽ നിന്നും പ്രേക്ഷകർക്ക് നമുക്ക് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമല സന്നിധാനത്താണ്. ഇതാണ് ശ്രീകോവിൽ. അതായത് എൻ്റെ വലതു സൈഡിൽ കാണുന്നതാണ് ഈ ശ്രീകോവിൽ. ഇവിടെ ദർശനത്തിനായി നിരവധി ഭക്തരെത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഫ്ലൈ ഓവർ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫ്ലൈ ഓവറിലൂടെ അങ്ങനെ ഭക്തരൊക്കെ ഈ ദർശനത്തിനായി എത്തുമ്പോൾ അതിന് താഴെയായാണ് ഈ 18-ാം പടി ഡ്യൂട്ടി കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ വിശ്രമിക്കുന്നത്. ഈ ഭാഗത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കല്ലാതെ മറ്റ് ഭക്തർക്കൊന്നും തന്നെ പ്രവേശനമില്ല എന്നുള്ളതാണ് ഈ താഴെയുള്ള ഭാഗത്തായി. എന്നാൽ അതിന് സമീപത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ സമീപത്തായുള്ള ഈ പോലീസുകാർ വിശ്രമിക്കുന്നതിന് സമീപത്തായുള്ള ഈ ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ നിരോധിത ലഹരി പദാർത്ഥങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. അതായത് ഉപയോഗിച്ച ശേഷമാണ് ഈ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെ ഈ സന്നിധാനത്ത്, പാവനമായിട്ടുള്ള സന്നിധാനത്ത് ഈ ഇട്ടിരിക്കുന്നത്. അത് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അതായത് എല്ലാ കാലവും ശബരിമലയെ അത്രയധികം പുണ്യഭൂമിയായി കാണുന്ന, അതും ഈ ശ്രീകോവിലിന് സമീപം ഈ സന്നിധാനം അത്രയധികം ഭക്തിപൂർവ്വം ഇവിടെ ഓരോ ഭക്തരും വ്രതം നോറ്റെത്തുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. എക്സൈസിൻ്റെ പരിശോധന ശക്തമാണെന്ന് പറയുമ്പോഴും ഇവിടെ ആ പരിശോധന നടക്കുന്നില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അല്ലെങ്കിൽ ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്കിടയിൽ പരിശോധന നടക്കണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നത്. ഇത് ആരാണ് ഉപയോഗിക്കുന്നതെന്ന് സ്വാഭാവികമായും മനസ്സിലാകാവുന്ന കാര്യമാണ്. അതായത് ഇവിടെ മറ്റ് ഭക്തർക്ക് ഈ കയറ് കെട്ടിയതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. ഇവിടെ ആകെ വിശ്രമിക്കുന്നത് ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. വിവിധ ക്യാമ്പുകളിൽ നിന്നായി എത്തുന്ന പോലീസുകാരാണ് ഈ ഭാഗത്ത് വിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല പോലെയുള്ള ഒരു ഈ സന്നിധാനത്ത്, അതായത് ശബരിമല പോലെയുള്ള ഒരു പുണ്യക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആരുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടാകുന്നത് അതിൽ ശക്തമായിട്ടുള്ള ഒരു പരിശോധന വേണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. കാരണം ഇവിടേക്ക് ഓരോരുത്തരും റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് മനോജ്. അതായത് അവിടെ 18-ാം പടിയിലെത്തുന്ന പ്രായമായ അമ്മമാരെയും കുട്ടികളെയും ഒക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ കാടത്തം, അവരെ വലിച്ചു തള്ളുന്ന ഒരു കാഴ്ച, അതൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. എന്തിനേറെ പറയുന്നത്, അവിടുത്തെ ഭക്തർ തന്നെ നമ്മുടെ ജനം TVയോട് പ്രതികരിച്ചതാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളോട് പെരുമാറുന്ന രീതി ഒട്ടും ശരിയല്ല, അതിക്രൂരമായാണ്, മൃഗങ്ങളോടെന്ന രീതിയിലാണ് തങ്ങളോട് പെരുമാറുന്നത്. ഇതൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ എങ്ങനെയാണ് പോലീസുകാർക്ക് മനുഷ്യനെന്ന തരത്തിൽ പ്രതികരിക്കാൻ കഴിയുക? അതല്ലേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെയാണോ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പെരുമാറേണ്ടത്? ഈ ഡിസംബർ 17 ശേഷം വന്ന ഈ 4-ാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാപക പരാതികളാണ് മനോജ് ഉയരുന്നത്. തീർച്ചയായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് ഈ പോലീസുകാർ ഉപയോഗിക്കുന്ന ഗ്ലൗസാണ് ഈ കിടക്കുന്നത്. അതായത് 18-ാം പടി ഡ്യൂട്ടിക്ക് അടക്കം പോലീസുകാർ ഉപയോഗിച്ച ശേഷം അവർ ഈ ഷെയ്ഡിലേക്ക് അത് വലിച്ചെറിയുന്നു. അതിനൊപ്പം വലിച്ചെറിയുന്ന ഈ നിരോധിത ലഹരി പദാർത്ഥങ്ങളാണ് ഈ ഷെയ്ഡിൽ ഇങ്ങനെ കിടക്കുന്നത്. ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് സന്നിധാനം തന്നെയാണ്. അതായത് ഈ 18-ാം പടി കയറി മുകളിൽ എത്തിയാൽ മാത്രമേ ഈ ഭാഗത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇതിൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയാൻ സാധ്യതയുണ്ടെങ്കിലും അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. കാരണം ഈ ശബരിമല സന്നിധാനത്ത് നിൽക്കുന്ന പോലീസുകാർ പോലും വ്രതം നോറ്റ് നിൽക്കണമെന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ വിശ്രമ കേന്ദ്രത്തിന് സമീപം എങ്ങനെയാണ് ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ, അതൊന്നും രണ്ടുമൊന്നുമല്ല, അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതായത് വലിയൊരു കൂട്ടം, അതായത് ഏറെ നാളായി ഈ ഉപയോഗം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 18-ാം പടി ഡ്യൂട്ടി കഴിഞ്ഞ ഗ്ലൗസ് അടക്കം ഇതിനോടൊപ്പമുണ്ട്. പക്ഷേ ഭക്തരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പമ്പയിൽ നിന്ന് ഈ ഭക്തരെ പരിശോധിച്ച ശേഷമാണ് മുകളിലേക്ക് കയറ്റിവിടുന്നത്. എക്സൈസിൻ്റെ പരിശോധനയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫ്ലൈ ഓവറിന് മുകളിലൂടെയാണ് ഭക്തർ കടന്നു പോകുന്നത്, ശ്രീകോവിലിന് സമീപം ദർശനത്തിനായി പോകുന്നത്. പക്ഷേ ഇവിടെ ഈ ഭാഗത്തുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഈ പോലീസുകാർ വിവിധ
ക്യാമ്പുകളിൽ, അതായത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നുണ്ട്. അത്തരത്തിൽ പോലീസ് ബാരക്കുകളിൽ പോലും ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഭക്തർ നമ്മളോട് പ്രകടിപ്പിക്കുന്നുണ്ട്. ആ തരത്തിലൊരു പരിശോധന പോലീസുകാർക്കിടയിൽ വേണം എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. അതാണ് മനോജ് ഏറ്റവും ഉയർന്ന ചോദ്യം. ഈ ഭക്തരെ പരിശോധിക്കാനും പിടിച്ചു തള്ളാനും ക്രിമിനൽ എന്ന രീതിയിൽ പെരുമാറാനും അവിടെ കേരള പോലീസ് ഉണ്ട്. ഈ കേരള പോലീസിന്റെ ഈ ക്രിമിനൽ സ്വഭാവത്തിനെതിരെ ഇവരെ പരിശോധിക്കാൻ അവിടെ ആരുണ്ട് എന്നതാണ് സുപ്രധാന ചോദ്യം. ഈ ശബരിമലയെ ഒന്നടങ്കം അങ്ങ് നശിപ്പിക്കാനുള്ളൊരു ശ്രമം ഏറ്റെടുത്തിരിക്കുകയാണോ ഈ ആഭ്യന്തര വകുപ്പെന്ന് ഈ നിമിഷം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലതരത്തിലുള്ള അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നില്ല, അവരെ പിടിച്ചു തള്ളുന്നു, അവരെ മൃഗീയമായി ഉപദ്രവിക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഏറ്റവും ഒടുവിൽ അതിലൊക്കെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിക്കുകയാണ് മനോജിലൂടെ. അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് 18ാം പടിയിൽ പിന്നെ എങ്ങനെയാണ് ഈ ഭക്തരോട് പെരുമാറാൻ കഴിയുക മനോജെ? തീർച്ചയായും അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ കുന്നുകൂടണമെങ്കിൽ അതിന് പിന്നിൽ ആര് എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന അത് പോലീസ് ബാരക്കുകളിലടക്കം വേണമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നത്, അത് ആര് വഴിയാണ് ഇവരിലേക്ക് എത്തുന്നത് എന്നുള്ളതടക്കം പരിശോധിക്കണമെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടതുണ്ട്. ആരാണ് ഇത്തരത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള പരിശോധന ശക്തമാക്കണമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശബരിമലയെ ഇത്തരത്തിൽ അശുദ്ധിയാക്കുവാനും അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒരു നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഭക്തർ കാണുന്ന ദൃശ്യങ്ങളാണ്. എങ്ങനെയാണ് എന്ത് വിശ്വസിച്ചാണ് ഇവിടെ ഈ പോലീസുകാരെ വിശ്വസിക്കുക, അല്ലെങ്കിൽ പോലീസുകാർ ഈ വിശ്രമിക്കുന്നതിന് സമീപം, അതായത് ഇവിടെ കയറുകൊണ്ട് കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. ഒരു ഭക്തരെ പോലും ഇതിനുള്ളിലേക്ക് കയറ്റില്ല. ഇവിടെ പോലീസുകാർക്ക് ഇരിക്കുവാനുള്ള കസേരകളും അതോടൊപ്പം തന്നെ പായടക്കമുണ്ട്. അവരിവിടെ വിശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിശ്രമിക്കുന്നതിന് തൊട്ടടുത്തായാണ് ഇത്തരത്തിലുള്ള വലിയൊരു ഒരു സംശയം കൂടി. ഇത് ഈ വിശ്രമ കേന്ദ്രമാണല്ലോ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ടുള്ള വിശ്രമ കേന്ദ്രമാണ്. ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഭക്തർക്ക്. ഇനി അങ്ങനെ ഒരു ന്യായം നിരത്തുകയാണെങ്കിൽ അപ്പോൾ അവിടെ CCTV ഒക്കെ ഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വ്യക്തമായ ദൃശ്യങ്ങൾ ലഭിക്കുമല്ലോ ആരാണ് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂക്ഷ്മ നിരീക്ഷണം ഈ മേലുദ്യോഗസ്ഥർക്കും നടത്താമല്ലോ. അപ്പോൾ ഇതൊന്നും അവിടെ നടക്കുന്നില്ല എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയല്ലേ മനോജ് ഇപ്പോൾ പുറത്തുവിടുന്നത്? തീർച്ചയായും സന്നിധാനത്ത് CCTV ഉണ്ട്. CCTV നിരീക്ഷണത്തിലാണ് സന്നിധാനം. പക്ഷേ ഈ ഭാഗത്ത്, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിൻ്റെ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം CCTVകളെല്ലാം തന്നെ സന്നിധാനം കേന്ദ്രീകരിച്ച്, ശ്രീകോവിൽ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത്, അതായത് ഈ ഷെയ്ഡാണ് സന്നിധാനത്തിന് മുകളിലുള്ള ഒരു വലിയൊരു ഷെയ്ഡ്. ആ ഷെയ്ഡിന് മുകളിലാണ് ഇത്തരത്തിൽ ഉപയോഗിച്ച ശേഷം ഇവരെല്ലാം ഇവിടേക്ക് ഇടുന്നത്. ഈ ഗ്ലൗസും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിരോധിത ലഹരി പദാർത്ഥങ്ങളടക്കം ഇവിടേക്ക് ഇടുന്നത്. അത് മുകളിൽ നിന്നോ അല്ലെങ്കിൽ താഴെ നിന്നോ നമുക്ക് ഈ ഷെയ്ഡിലേക്ക് ഇടാൻ പറ്റില്ല. ആ പോലീസിൻ്റെ വിശ്രമിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഇത് കൂടുതലും ഇവിടേക്ക് എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് കാലങ്ങളായി ഇവിടെയുള്ള ഭക്തരൊക്കെ ആവശ്യപ്പെടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിൽ ദേവസ്വം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഇവർക്കൊക്കെ അവിടെ എന്താണ് പണിയെന്നാണ് നമ്മൾ ചോദിച്ചു പോവുകയാണ്. കാരണം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പല വാഗ്ദാനങ്ങളും മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറയുന്നു അവരുടെ പണി കഴിഞ്ഞു. ഇതാണോ അവരുടെ പണി? അവിടെ ഈ ശബരിമല പുണ്യപാവനമായ സ്ഥലം അതുപോലെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അടക്കമുണ്ട്. പക്ഷെ അവരാരും അവരുടെ കടമകൾ നിർവഹിക്കുന്നില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുന്നു, ഒരു പ്രസ് മീറ്റ് നടത്തുന്നു, തങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നു, അത് ചെയ്യാൻ പോകുന്നു, അത്തരത്തിലുള്ള കപട വാഗ്ദാനങ്ങൾ നൽകുന്നു, പിന്നീട് അപ്രത്യക്ഷമാകുന്നു. ഇതാണോ മനോജ് അവിടെ വേണ്ടത്? ദേവസ്വം ബോർഡിനും ഇതിൽ കൃത്യമായ അല്ലെങ്കിൽ ഇതിലൊരു നിർണായക ഇടപെടൽ നടത്തേണ്ടവരാണ്. അവർ തന്നെ കണ്ണടക്കുകയാണോ ഈ പോലീസുകാർക്ക് വേണ്ടി? തീർച്ചയായും ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുകയാണോ എന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 18ാം പടി ഡ്യൂട്ടിയിൽ ഓരോ ബാച്ചുകളായാണ് പോലീസുകാരെ നിയോഗിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ ഓരോ ബാച്ചുകളായി പടി ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. തിരിച്ചവർ വന്ന് വിശ്രമിക്കുന്നുണ്ട്. അവർ ഇവിടെ അവർക്ക് കുടിക്കേണ്ട പാനീയങ്ങൾ അതടക്കം ഇവിടെയുണ്ട്. അവരതെല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത ബാച്ച് വരുന്നു. അത്തരത്തിൽ ക്ഷീണം മാറ്റാനാണോ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
കാരണം ഇവിടെ മറ്റാർക്കും കയറാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി മുകളിൽ കൂടെ പോകുന്ന ഭക്തരാണ് ഇത് ഇത്തരത്തിൽ ഉപയോഗിച്ചതെങ്കിൽ അങ്ങനെയാണ് വാദമെങ്കിൽ പോലും അത് എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള പരിശോധന ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പമ്പയിൽ നിന്ന് ഓരോ ഭക്തരും കയറ്റിവിടുമ്പോൾ എന്താണ് കൊണ്ടുവരുന്നതെന്നും കൃത്യമായുള്ള പരിശോധനയിലൂടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ കയറ്റിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും അധികം ലഹരി പദാർത്ഥങ്ങൾ, അതായത് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഈ സന്നിധാനത്തേക്ക് എത്തണമെങ്കിൽ അത് ഭക്തരാൽ കഴിയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് ഈ കയർ കെട്ടിയിരിക്കുന്നതിനപ്പുറത്തേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയേണ്ടത് ഈ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്. പോലീസുകാർ ഈ ശബരിമലയിൽ എന്താണ് നടത്തുന്നത്, അല്ലെങ്കിൽ എന്ത് സംരക്ഷണമാണ് ഭക്തർക്ക് നൽകുന്നത്, അല്ലെങ്കിൽ അവരെ സഹായിക്കാനാണ് നിൽക്കുന്നത്, എന്നാൽ ഇങ്ങനെ എത്തരത്തിലാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ അവർ വിശ്രമിക്കുന്നതിന് സമീപം കുന്നുകൂടിയത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നിരവധിയായിട്ടുള്ള പോലീസുകാർ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് സമീപത്താണ് എണ്ണാൻ കഴിയാത്ത വിധത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ അങ്ങനെ കുന്നുകൂടി കിടക്കുന്നത്. കിടക്കുമ്പോഴും ഒരുപാട് ചോദ്യങ്ങളും കുന്നുകൂടി കിടപ്പുണ്ട്. കാരണം നമുക്കറിയാം, ഈ മണ്ഡലകാലം ആരംഭിച്ച സമയത്ത് എത്ര ഭക്തജനങ്ങളാണ് അവിടെ കുഴഞ്ഞു വീണത്. പ്രായമായ അമ്മമാരുൾപ്പെടെ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. അതിന്റെ കാരണത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഒരിറ്റ് വെള്ളം പോലും കിട്ടാതെ കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും അവിടെ നിന്നും നിലവിളിക്കുന്ന കാഴ്ചകൾ ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്നില്ല. പക്ഷേ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശ്രമ കേന്ദ്രത്തിൽ ലാവിഷായിട്ട് ഈ ലഹരി മരുന്നുകൾ എത്തിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എക്സൈസ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്നാണോ ഈ പോലീസുകാരെ പരിശോധിക്കുന്ന പണി എക്സൈസ് ഉദ്യോഗസ്ഥർക്കില്ലേ? എന്തായാലും ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ കൂടി ചേർന്നാണോ ഈ വിശ്രമ കേന്ദ്രം പോലീസുകാർക്കൊരു ലഹരി കേന്ദ്രമാക്കി മാറ്റിക്കൊടുക്കുന്നത്? മനോജ്, തീർച്ചയായും എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അങ്ങനെ എക്സൈസ് സജീവമായിരുന്നെങ്കിൽ ഇവിടേക്ക് ഈ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ എത്തില്ലായിരുന്നു. അത് ശബരിമല പോലെയുള്ള ഒരു പുണ്യക്ഷേത്രത്തിൽ പോലീസുകാർ വിശ്രമിക്കുന്നതിന് സമീപം ഇത്തരത്തിൽ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തി എന്നുള്ളത് വലിയ തരത്തിൽ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ട സംഭവമാണ്. കാരണം ഭക്തരെ നിയന്ത്രിക്കേണ്ട പോലീസുകാർ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ പോലീസുകാർ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിൽ പോലീസുകാർ ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് പകർത്താൻ സാധിക്കുന്നില്ല. പക്ഷേ മനോജ്, അത്തരം നീക്കത്തിലേക്ക് നമുക്ക് കടക്കാനുമാകില്ല. കാരണം ഇതിനു മുൻപ് പല വാർത്തകളും, പോലീസിന്റെ പല വാർത്തകളും ഞങ്ങളുടെ പ്രതിനിധികൾ, നമ്മുടെ ജനം TVയിലെ പ്രതിനിധികൾ പകർത്തിയിരുന്നു. അതിന് തക്കതായ മറുപടി എന്നല്ല, അതിനെതിരെ പ്രതികാര നടപടികൾ നമുക്ക് നേരെ ഉണ്ടായി. ഇനിയും അത്തരം ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും മനോജ് അവിടെ സുരക്ഷിതമായി തന്നെ തുടരുക. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മനോജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ പുണ്യപാവനമായ ഭൂമി നശിപ്പിക്കാനുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നു. മനോജ് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഇത് പോലീസ് ഉദ്യോഗസ്ഥർ, മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്ന്. ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്, അതിൽ സംശയമില്ല. എങ്കിൽ കൂടിയും ഈ ദേവസ്വം ബോർഡിനും അതുപോലെ എക്സൈസ് വകുപ്പിനും അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ദേവസ്വം മന്ത്രിക്കുമൊക്കെ അതുപോലുള്ള ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു അത്രമേൽ പ്രതിഷേധം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് പുറം ലോകത്തെത്തുന്നത്. ആ ഘട്ടത്തിലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു വീഴ്ച അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പോലും യാതൊരു ചിന്തയും ഇല്ലാതെ ഇത്തരം പ്രവർത്തികളെ, പോലീസുകാരെ ഇങ്ങനെ എന്താ പറയുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഇവർക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രം ഒരു ലഹരി കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ പങ്കുണ്ട്. പ്രഥമ ദൃഷ്ട്യാ പങ്കില്ല എങ്കിൽ കൂടിയും ഇവരുടെ ഉത്തരവാദിത്തം നിറവേറ്റാത്തിടത്തോളം കാലം ഇവർക്കും ഇതേ കുറ്റത്തിൽ ഈക്വലായ പങ്കില്ലേ മനോജ്? ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരിവിടെ എത്തി കൃത്യമായി പരിശോധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. എങ്കിൽ പോലും ഈ നിരന്തരമായിട്ടുള്ള ഉപയോഗം നടക്കുന്നുവെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിവിടെ നിന്നും മാറ്റാൻ പോലും, അതായത് സന്നിധാനമാണ്, ശബരിമല അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി നിരവധി ഭക്തരെത്തുന്ന സ്ഥലമാണ്. അവിടെ പോലും ഇങ്ങനെ ഈ ലഹരി പദാർത്ഥങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോൾ അത് മാറ്റാൻ ഒരു ആളും തയ്യാറായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അപ്രതീക്ഷിതമായാണ് ഈ ഒരു സംഭവം കാണുന്നത്. പക്ഷേ അത് കാണുമ്പോൾ തന്നെ ഓരോ ഭക്തർക്കും വലിയ വേദനയാണ്. കാരണം ഈ എത്രയൊക്കെ തന്നെ നമ്മൾ വ്രതം നോറ്റ് ഈ ശബരിമലയിലേക്ക് എത്തുമ്പോഴും കാണേണ്ട കാഴ്ചകൾ, അത് അവർക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത് വലിയ വേദനാജനകം തന്നെയാണ് കേൾക്കുമ്പോൾ. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ അത് നമുക്കറിയാം. നമ്മളിപ്പോൾ
ലൈവായി തന്നെ അത് കാണിച്ചു എന്നുള്ളതാണ്. അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, ആ പുണ്യഭാവനമായിട്ടുള്ള ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് ആരുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടായത് എന്നതിനെ പറ്റി കൃത്യമായും ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നുള്ളത് തന്നെയാണ്. അതിനി വൈകിപ്പിച്ചാൽ ഇനിയും ഇതിൽ കൂടുതൽ ഇനി കുന്നുകൂടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് 1-2 ദിവസം മാത്രം ഉപയോഗിച്ചതല്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു മണ്ഡലകാലം ഇങ്ങനെ പോകുമ്പോൾ, ഈ മണ്ഡലകാലത്ത് നിറഞ്ഞിട്ടുള്ള ആ ലഹരി കൂമ്പാരങ്ങൾ, ആ ലഹരി പദാർത്ഥങ്ങളുടെ കൂമ്പാരം തന്നെയാണ് ഈ സന്നിധാനത്ത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശബരിമലയിൽ മറ്റെങ്ങുമല്ല, ഈ ശ്രീകോവിലിരിക്കുന്ന സന്നിധാനത്തിന് സമീപം തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് പോലീസുകാർ വിശ്രമിക്കുന്നതിന് സമീപം നടക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം നിയമപാലകരായിട്ടുള്ള തീർച്ചയായും മനോജ് പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്യക്തമാണ്. അത് തന്നെയാണ് പ്രേക്ഷകരോട് നമുക്കും പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആറ്റുനോറ്റിരുന്നാണ്, വ്രതമെടുത്താണ് നമ്മൾ ശബരിമലയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനം TV പ്രേക്ഷകരുമായി ചില നിർണായക വിവരങ്ങൾ, നിർണായക വാർത്തകൾ പങ്കുവച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് 18-ാം പടിയിലെ ഈ പോലീസുകാരുടെ അനാസ്ഥ, ഈ പോലീസുകാർ അവിടുത്തെ ഭക്തരോട് കാണിച്ചു കൂട്ടുന്ന കാടത്തം, പ്രായമായ അമ്മമാരെയൊക്കെ വലിച്ചു കയറ്റുന്ന കാഴ്ചകൾ ഈ പ്രേക്ഷകർ തന്നെയാണ്, ജനം TV പ്രതിനിധികളല്ലാതെ ഈ ഭക്തർ തന്നെയാണ് ഇത്തരത്തിൽ നമ്മളോട് ജനം TVയോട് നേരിട്ട് പ്രതികരിച്ചത്. എങ്ങനെ ഇങ്ങോട്ട് വരും? മുംബൈയിൽ നിന്ന് അടക്കമുള്ള ഭക്തർ ചോദിക്കുന്നത് എങ്ങനെ ഇങ്ങോട്ട് വരുമെന്നാണ്. അതായത് ഈ പോലീസുകാർ, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അവിടെ കുടിക്കാൻ വെള്ളം പോലും കിട്ടാറില്ല. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ലഹരി പദാർത്ഥങ്ങൾ, അതും നിരോധിത ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്നു. അത് എവിടെ നിന്നാണ്? ഏറ്റവും സുപ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഈ പോലീസിന്റെ വിശ്രമ കേന്ദ്രത്തിലാണ്, അവിടെ മറ്റാർക്കും എൻട്രി ഇല്ല, മറ്റാർക്കും പ്രവേശനമില്ല. അവിടെ നിന്നാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതൊന്നും സഹിക്കേണ്ടി വരുന്നത് ദേവസ്വം ബോർഡ് വകുപ്പോ അല്ലെങ്കിൽ സർക്കാരോ ദേവസ്വം മന്ത്രിയോ മറ്റാരുമല്ല, എക്സൈസ് വകുപ്പ് പോലുമല്ല. ഇവരൊക്കെ ഈ ലഹരി ഉപയോഗിച്ചിട്ട് നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ ഭക്തരുടെ അടുത്തേക്കാണ്. ഭക്തരോടാണ് ഈ കാടത്ത് മുഴുവൻ കാണിച്ചു കൂട്ടുന്നത്.